ഹലോ വ്യൂവേഴ്സ്, അപ്പോൾ നമ്മുടെ ലാലേട്ടൻ സത്യനന്ദിക്കാട് മൂവി ഹൃദയപൂർവ്വത്തിന്റെ സക്സസ് ടീസർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. സിനിമ ഇപ്പോഴും വിജയകരമായിട്ട് തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ എടുക്കുന്നുണ്ട്. ഏകദേശം 60 കോടിയോളം രൂപ ഇതുവരെ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഒഫീഷ്യലായി കിട്ടുന്ന വിവരം. അത്യാവശ്യം ജനങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു മൂവിയാണ് കേട്ടോ സത്യനന്ദിക്കാട്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ചെയ്തിരുന്നത്. ഓപ്പോസിറ്റ് ലോകയുണ്ട്. ലോകയുടെ വലിയൊരു ഓളത്തിനിടയ്ക്ക് ഒട്ടും അതായത് അടിപതറാതെ നല്ല രീതിയിൽ കളക്ട് ചെയ്തുകൊണ്ട് ഹൃദയപൂർവ്വം മുന്നേറുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ സക്സസ്ഫുൾ ടീസർ ജസ്റ്റ് ഒന്ന് കാണാം. എന്തായാലും നല്ല ഐശ്വര്യമുള്ള ഹൃദയമാണ് കിട്ടിയത്. ഫിറ്റ് ചെയ്തപ്പോഴേക്കും ഭാഗ്യം വരുന്ന വരവുണ്ടോ. സ്ട്രെയിൻ എടുക്കണ്ട, ഓർഗാനിക് ആയിട്ട് വരട്ടെ. തേച്ചിട്ട് പോയിട്ടുണ്ടോ? മോനെ എന്താ പേര്? ഹരിത. എന്തോ ഇത് ഡോക്ടർ ഹൃദയം പോലും അറിയില്ല. അപ്പൊ തുടങ്ങാല്ലേ? ഈ ചെക്കൻ അടിപൊളിയാട്ടോ ഇതില്. അതെ, ഈ ഹാർട്ടിനൊരു കുഴപ്പമുണ്ട്. ചുറ്റിലുള്ള പെണ്ണുങ്ങളെ മുഴുവൻ അത് അതിന്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ചിന്തകൾക്കപ്പുറത്ത് നീ പ്രതീക്ഷിക്കാത്ത നേരത്ത് നിനക്കായുള്ള പെണ്ണ് നിന്റെ മുമ്പിൽ വന്നെത്തും. അവൾ നിന്റെ ആത്മാവിനെ ഉമ്മ വെച്ചുണർത്തും. ആ സമയത്ത് അമ്പലപള്ളികൾ മുഴങ്ങും, ശംഖനാഥം ഉയരും. നല്ല രസമുണ്ട് കേട്ടോ. ട്രെയിലറിന്റെ ടീസറിനെക്കൊണ്ടൊക്കെ നല്ല ബെറ്റർ ആയിട്ടുള്ള, അതിലൊക്കെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ടീസറാണ് കേട്ടോ. സക്സസ് ടീസർ ആണ് ഇത് സംഭവം. ഈ സിനിമ കണ്ടവർക്ക് ഈ സീനൊക്കെ ഓർമ്മ വരുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ കോമഡി തോന്നും. കാരണം ആ സിനിമ ഈ ടീസറിൽ ഈ സിനിമയിലെ പ്രധാന ഭാഗങ്ങളൊക്കെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന പോർഷനൊക്കെ ഇവർ പങ്കുവച്ചിട്ടുണ്ട് കേട്ടോ. സിനിമ കണ്ടവർക്ക് അത് കലങ്ങും. പിന്നെ ഈ പറയുന്ന ലാലു ലക്ഷന്റെ കോമഡി, അതുപോലെ സംഗീത് പ്രതാപിന്റെ, പിന്നെ ഇതിനുള്ളിൽ ഈ സിനിമയ്ക്കകത്തൊരു ആളുടെ പുതിയൊരു ആളാണ് കേട്ടോ. എനിക്ക് ആളുടെ പേരെനിക്ക് അറിഞ്ഞൂടാ. ഇവരുടെ ലാലേട്ടന്റെ ഈ ക്ലൗഡ് കിച്ചനുള്ളിൽ ഒരു ജോലിക്കാരനുണ്ട്, ചെറിയ ചെക്കൻ. അവന് പുതിയ ആദ്യ പടമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ആക്ടിങ്, ടൈമിംഗ് ആണ്, നല്ല കോമഡിയൊക്കെ പക്ക ടൈമിങ്ങിൽ ഈ സംഗീത് പ്രതാപിനെ പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് പിന്നെ പറയാനുണ്ട് ഈ സിനിമയെക്കുറിച്ച്. ശരിക്കും പറഞ്ഞാൽ വലിയ ലോക പോലൊരു വലിയ സിനിമ ഓപ്പോസിറ്റ് പോകുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു സ്മോൾ സ്റ്റോറി വെച്ച്, വലിയ സസ്പെൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഇങ്ങനെ ഒരു സ്റ്റോറി വെച്ചിട്ട് ഒരു 60 കോടി രൂപ കളക്ട് ചെയ്യുക, ഇപ്പോഴും തിയേറ്ററിൽ സക്സസ്ഫുൾ ആയിട്ട് ഓടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം കേട്ടോ, വലിയ കാര്യം. അപ്പം എനിക്ക് തോന്നുന്നത് മറ്റ് വേറെ ഒരു സ്റ്റാർ ഇതിൽ ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമ ഇങ്ങനെ സക്സസ് ആവില്ല. എനിക്ക് തോന്നുന്നു 10-15 കോടി പോലും കളക്ട് ചെയ്യില്ല. അത് മോഹൻലാൽ എന്നുള്ളൊരു നടൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു പവറാണ്. അതുകൊണ്ടാണ് ആൾക്കാർ മോഹൻലാൽ സത്യനന്ദിക്കാടിൻ്റെ ആ ഒരു മാജിക്ക് പ്രതീക്ഷിച്ച ആൾക്കാർ കയറുന്നതുകൊണ്ടാണ് അത്യാവശ്യം ഇത്രയും വലിയ കളക്ഷനും ഇപ്പോഴും ഈ പടം ഓടാനും സാധിച്ചത്. ഒരിക്കലും ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഒരു മോശം ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല. അത്യാവശ്യം വാച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു മൂവിയാണ് കേട്ടോ. വളരെ ലൈറ്റ് ആയിട്ടുള്ള നല്ല രസമുണ്ട്. കണ്ട് ആ സിനിമ തീരുന്ന അറിയില്ല, അങ്ങനെ അങ്ങ് പൊക്കോളും. പിന്നെ വലിയ മാസും ഇടിവെട്ടും ക്ലാസും പിന്നെ ഈ വലിയ മാസ് ഡയലോഗും ഒക്കെ ആക്ഷനും ഒക്കെ പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ നല്ല മൂവിയാണ്, വളരെ ലൈറ്റായിട്ട് കുടുംബത്തോടൊപ്പം കാണാൻ പറ്റിയ ഒരു അടിപൊളി മൂവിയാണ് കേട്ടോ ഹൃദയപൂർവ്വം എന്നുള്ളത്. എന്തായാലും സംഭവം നല്ല രീതിയിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് സത്യനന്ദിക്കാട് മൂവിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന കളക്ഷൻ ഇതായിരിക്കും. സത്യനന്ദിക്കാട് മൂവിയിൽ ഹൃദയപൂർവ്വത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് ഈ 60 കോടി എന്ന് പറയുന്നത്. എന്തായാലും അതൊരു 70-75 കോടി വരെ പോകുമെന്ന് വിചാരിക്കുന്നു. അറിഞ്ഞൂടാ. ഇപ്പോഴും അത്യാവശ്യം തിയേറ്ററിലൊക്കെ നല്ല രീതിയിൽ ഓടുന്നുണ്ട്. എന്തായാലും ഈ ടീസർ അടിപൊളിയായിട്ടുണ്ട്. അടുപ്പിച്ച് ഏകദേശം 50 കോടിയോളം ലാലേട്ടൻ്റെ 3 പടങ്ങൾ അടുപ്പിച്ച് 50 കോടിക്ക് മേലെ കളക്ട് ചെയ്തിട്ടുണ്ട്. തുടരും അറിയാമല്ലോ, മോർ ദാൻ 100 പോയി, അതുപോലെ തന്നെ എമ്പുരാൻ മോർ ദാൻ 100 പോയി, ഇപ്പം ഹൃദയപൂർവ്വം മോർ ദാൻ 50 പോകുന്നുണ്ട്. അപ്പം ഭയങ്കര നേട്ടമാണ് കേട്ടോ അത്. മോഹൻലാലിനെ കൊണ്ട് മാത്രം ഈ വർഷം മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഭയങ്കര ഒരു റവന്യൂ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം 500 കോടിക്ക് മേളിൽ റവന്യൂ എല്ലാവരുടെയും പടം കൂട്ടിയാൽ പോലും കിട്ടാത്ത തരത്തിലുള്ള ഒരു റവന്യൂ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. തൊട്ട് പറയുക നമ്മുടെ ലോകയുണ്ട്. ലോക ഏകദേശം 200-300 കോടി അങ്ങനെയും
കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതൊരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 3 പടം കൊണ്ട് ലാലേട്ടൻ്റെ ഇത് ഇത്രയും പിന്നെ കോടികൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വൃഷഭ വരുന്നുണ്ട്, അടുത്ത മാസമാണെന്ന് തോന്നുന്നു റിലീസ്. വൃഷഭം കൂടെ വന്നു കഴിഞ്ഞാൽ ഈ കൊല്ലത്തെ ഏകദേശം പൂർത്തിയാവുമെന്ന് തോന്നുന്നു. ദൃശ്യം 2ൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണെന്നുള്ള, ഈ കൊല്ലം റിലീസ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ. വൃഷഭം കൂടെ അത്യാവശ്യം തിയേറ്ററിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ, വലിയ ബഡ്ജറ്റ് വരുന്നൊരു പടമാണ്, വലിയ മാർജിനിൽ വരുന്നൊരു പടമാണ്. അത്യാവശ്യം തിയേറ്ററിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു മാർജിനിൽ ഈ കൊല്ലം തിയേറ്ററിന് മോഹൻലാലും വലിയൊരു മാർജിനിൽ പ്രോഫിറ്റ് കളക്ട് ചെയ്യുന്ന നിലയിലേക്ക് പോകും കാര്യങ്ങൾ. ഇപ്പം തന്നെ 500 കോടിക്ക് മുകളിൽ 3 സിനിമ കൊണ്ട് അദ്ദേഹം കളക്ട് ചെയ്തിട്ടുണ്ട്. വലിയൊരു ബിസിനസ്സാണ്. ഒരുപാട് തിയേറ്ററുകൾക്ക് നഷ്ടങ്ങളൊക്കെ വന്ന് കടമൊക്കെ കയറിയുന്ന സമയത്തായി പടങ്ങളൊക്കെ വന്ന് അങ്ങനെ ഒരുപാട് നികത്തിയിട്ടുണ്ട്. അതിൻ്റെ ബോണസ് പോലെയാണ് ഇപ്പം ലോകയെന്ന് ബാക്കിയുള്ളതോടെ കിട്ടി. നിർമ്മാതാക്കളും അതുപോലെ തന്നെ തിയേറ്റർ ഓണേഴ്സും ഒക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കിയ വർഷമാണ് കേട്ടോ ഇത് മലയാള സിനിമയുടെ. ഏകദേശം എല്ലാവർക്കും മിക്ക നടന്മാർക്കും ഒരു നല്ലൊരു ടൈമാണ് 2015 എന്ന് പറയുന്നത്. എന്തായാലും ഹൃദയപൂർവ്വം അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സിനിമയാണ്. എന്തായാലും കുറച്ചുകൂടെ ഇതിന് തിയേറ്ററിൽ ലൈഫ് കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കാം.